ഇത് ആദ്യമായിട്ടല്ല വിനായകനും ചുറ്റിപ്പറ്റിയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. ഇതിനു മുൻപ് കേസ് പോലും ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ അപ്പോഴെല്ലാം ഒരു സംരക്ഷണ മതിൽ നേരത്തെ പറഞ്ഞതുപോലെ വിനായകന് ചുറ്റും ഉണ്ടായിരുന്നു. ഒരു ദളിത് പരിവേഷം, ഇരവാദം, ഇതൊക്കെ വന്നിരുന്നതാണ്. ഇത് ഏതെങ്കിലും രീതിയിൽ വിനായകന് എന്തെങ്കിലും സംരക്ഷണം നൽകേണ്ട ഒന്ന് അതിലുണ്ടോ? ഒരു ചൊല്ലുണ്ട്, ജാത്യാലുള്ളത് തൂത്താ പോവില്ല. ഇത് വിനായകന്റെ രക്തത്തിലുള്ളതാണ്. അത് നമുക്കാർക്കും ഈ ചർച്ചയിലൂടെ ഒന്നും മാറ്റാവുന്നല്ല. കാരണം പക്ഷെ അത് പറയുന്നത് അതല്ല, അത് പറയുന്നത് ഒരു അദ്ദേഹത്തെ അവഹേളിക്കുന്നതല്ല, ഒരു മൊത്തത്തിലുള്ള അവന്റെ വ്യക്തിയെ അല്ല പറയുന്നത്. അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. ലഹരിക്കടിപ്പെട്ടാണ് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ അതിന് കൊടുക്കേണ്ട ശിക്ഷ ഇതൊന്നുമല്ല, നല്ല ചുട്ട അടിയാണ്. അടിക്ക് അന്തകനും പറക്കുമെന്ന ചൊല്ല അങ്ങനെ അന്വർത്ഥമായി രമേശൻ നായരെ. ഇത് ഇതുവരെ കിട്ടാത്തത് കൊണ്ടാണ് ഈ വിനായകൻ ഇപ്പോഴും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജാതി എന്ന് പറയുന്ന, ഞാനൊരു അവർണനാണ് എന്ന് പറയുന്ന ആ ചിന്ത അയാളുടെ ഉള്ളിലുണ്ട്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അയാളുടെ സിനിമ കാണുന്ന ആരും അയാൾ ജാതി ഏതാണ്, മതം ഏതാണ്, വർഗം ഏതാണ്, നിറം എന്താണെന്ന് നോക്കിയിട്ടല്ലോ. അയാൾ നന്നായി അഭിനയിച്ചു എന്നല്ലേ പറയുന്നത്. 100% ഞാൻ യോജിക്കുന്നു. വിനായകന്റെ ഈ ഒരു പെരുമാറ്റത്തിന്റെ ദൂഷ്യം പൊതുസമൂഹം ആദ്യമൊക്കെ അറിയുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നായിരുന്നുവെങ്കിൽ പിന്നീട് അത് അദ്ദേഹത്തിന്റെ നേരിട്ട് അദ്ദേഹത്തിന്റെ നാക്ക് വഴിയാണ്. ആ പൊട്ടം പുഷ്പിക്കണുണ്ടല്ലോ. അദ്ദേഹം നേരിട്ട് സംസാരിക്കുന്നു. തന്റെ മുന്നിലിരിക്കുന്ന സ്ത്രീകളോട് പോലും വളരെ അപമര്യാദയായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു. ഇപ്പൊ അത് പ്രവൃത്തിയിലേക്കും കൂടി കടന്നിരിക്കുകയാണ്. അപ്പൊ ഇത് നിശ്ചയമായിട്ടും ഇത് കേസെടുക്കേണ്ട വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്യമായിട്ടുള്ള നഗ്നതാ പ്രദർശനമാണ്. നിശ്ചയമായിട്ടും കേസെടുക്കേണ്ടതാണ്. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണമെന്ന്? നമുക്കറിയാം, പിന്നെ വാക്കുകൊണ്ട് അശ്ലീലം അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിരുന്ന ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും നമ്മുടെ സർക്കാരിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ആനുകൂല്യം ഈ വിഷയത്തിൽ വിനായകന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ വിനായകന് നൽകേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം ഒരു ദളിതനായതുകൊണ്ടുള്ള ആനുകൂല്യം അദ്ദേഹത്തിന് നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോടൊപ്പം തന്നെ ചർച്ചയിൽ വന്നിരുന്ന നിരവധി ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെ ഇപ്പൊ കാണുന്നില്ല എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. വിനായകൻ തന്നെ സ്വയം ഇത് പറഞ്ഞിരുന്നു, ഞാനൊരു ദളിതനായതുകൊണ്ട് എന്റെ നിറവും ജാതിയും മതവും ഒക്കെ നോക്കിയാണ് എനിക്കെതിരെ ഇങ്ങനെ ഒരു അവഹേളന നടക്കുന്നത് എന്ന്. അതായത് ഒരു ഇരവാദം സ്വയം സൃഷ്ടിച്ചെടുക്കുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു വിനായകൻ. ഒരു പ്രത്യേക ജീവിതമല്ലേ? അല്ല, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിനായകൻ താനൊരു ദളിതനായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊക്കെ തനിക്ക് നേരെ ഉണ്ടാകുന്നത് എന്നൊരു ആരോപണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ റദ്ദ് ചെയ്യേണ്ടത് ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വാദിക്കുന്ന മറ്റുള്ള ആൾക്കാരുടെ ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവർ ചെയ്യുന്ന ഈ വിനായകൻ ചെയ്യുന്ന എല്ലാ മോശം പ്രവൃത്തിയുടെയും ഉത്തരവാദിത്തം ഒരു കമ്മ്യൂണിറ്റിയുടെ മേൽ ചാർത്താനായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടാകുമ്പോൾ ആ കമ്മ്യൂണിറ്റിയെ ഡിഫെൻഡ് ചെയ്യാനായി ശ്രമിക്കുന്ന അവിടെയുള്ള ആൾക്കാരുടെ റൈറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടിയിരുന്നത് ഞങ്ങൾ വിനായകനെ ഓണപ്പ് ചെയ്യുന്നില്ല, അദ്ദേഹത്തിൻ്റെത് മോശമായ പ്രവൃത്തിയാണ് എന്ന് പരസ്യമായി വിളിച്ചു പറയലായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തിരുന്ന ആൾക്കാരുടെ എണ്ണം തുലവും കുറവാണ്. കൂടുതൽ ആൾക്കാരും ചർച്ചകളിൽ നമ്മളോടൊപ്പം തന്നെ വന്നിരുന്ന് വിനായകനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഇപ്പോഴെങ്കിലും അവർക്ക് ബോധ്യമായിട്ടുണ്ടാകും വിനായകൻ ഒരു മാർജിനലൈസ്ഡ് വിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്ന ആളല്ല. കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരാളോടൊന്ന് സംസാരിക്കണം. ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയാ വിളിക്കേ? വിനായകൻ എന്തായാലും ഒരു കാര്യം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. ആരും മാപ്പ് പറഞ്ഞാലും സ്വീകരിക്കാനുള്ള ഒരു വിശാല മനസ്സ് പൊതുസമൂഹത്തിന് കാണിക്കണം. പറ്റുമെങ്കിൽ ഹെൽപ്പ് അദ്ദേഹത്തിന് സംഘടനകൾ അടക്കമുള്ളത് കൊടുക്കണം. ഇപ്പോൾ ഈ വിനായകനെതിരെ പോലീസ് കേസെടുക്കുന്നില്ല, ഒരു ആരും പരാതിയില്ല എന്നതുകൊണ്ടാണല്ലോ. അത് മാത്രമല്ല, ഇതിൽ കേസ് വരാൻ പോകുന്നത് ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെയാണ്. പോലീസിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. വിനായകനെതിരെ ഒരു കേസും തൽക്കാലമില്ല, കാരണം ആരും പരാതിക്കാരില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തിയ ആളുകൾക്കെതിരെ കേസ് ഉണ്ടാകും. പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചയായിട്ടവർക്കാണോ കേസ്?
ചിലപ്പോഴെങ്കിലും കേസെടുത്താൽ ഒരു ദളിത് സമൂഹത്തിൽപ്പെട്ട ആളെ വേട്ടയാടുന്നു, ദളിത് സമൂഹത്തിൽപ്പെട്ട ആൾക്കെതിരെ കേസെടുക്കുന്നു തുടങ്ങിയ വാദഗതികൾ വന്നേക്കാം. എന്താ പറയുക, വിനായകന്റെ ഈ കഴിവിനെ ഡീമീൻ ചെയ്യാണ്. വിനായകൻ എന്ന വലിയ നടനെ ഒരർത്ഥത്തിൽ ആലോചിച്ച് നോക്കുക, രജനീകാന്ത്, മോഹൻലാല് അടക്കമുള്ളവർക്ക് വില്ലനായി, ഒരു പ്രധാന രജനീകാന്തിന്റെ സിനിമയിൽ വില്ലനായി അടക്കം വരുന്ന അദ്ദേഹം സ്വയം താഴുകയാണ്, സ്വയം അദ്ദേഹത്തിന്റെ വില കളയുകയാണ്, അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയെ ബാക്കിയുള്ളവരുടെ കണ്ണിൽ ഇകഴ്ത്തുകയാണ്. അപ്പൊ അദ്ദേഹം കലാകാരന്റെ രീതിയിലും മനുഷ്യന്റെ രീതിയിലും പുനർചിന്തിക്കണം, പഠിക്കണം. ഈ ചർച്ചകൾ തുടരട്ടെ എന്ന് പറഞ്ഞ എന്തർത്ഥത്തിലാണെന്ന് അറിയില്ല. ചർച്ചകളിൽ നിന്ന് പഠിക്കാനാണെങ്കിൽ അദ്ദേഹത്തിന് തുടരാൻ ഒരു അവസരമാണ്. ഹി ഷുഡ് ഗെറ്റ് ഹിംസെൽഫ് ഇൻ കൺട്രോൾ, ഹി ഷുഡ് ക്യാരി ഹിംസെൽഫ് ബെറ്റർ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയല്ലോ. അതുകൊണ്ട് ഐ ഹോപ്പ് ഹി ഷുഡ് ഗ്യാദർ ഹിംസെൽഫ് ഇൻ എ ഗുഡ് വേ. ഞാൻ ചോദിക്കട്ടെ, അയാൾ താമസിക്കുന്ന ആ ഫ്ളാറ്റിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അയാളൊരു പൊതു ശല്യക്കാരനാണ്, ഈ സമൂഹത്തിന് ശല്യമുണ്ടാക്കുന്ന ആളാണ്. അയാളെ നിയമം കൊണ്ട് തന്നെ നേരിടണം. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഇവിടെ ഒരു പാർട്ടിയുടെ കൊടുക്കീഴിലാണ് നിൽക്കുന്നതിന്റെ പേരിലാണോ അയാൾക്കെതിരെ കേസെടുക്കാത്തത്? അതോ ദളിതനായതുകൊണ്ടാണ്? ഞാൻ ഇപ്പോഴും ദളിതെന്നോ അല്ലെങ്കിൽ സവർണെന്നോ അവർണെന്നോ ഒന്നും കാണുന്നില്ല. ഞാൻ പറയുന്ന മനുഷ്യനായി കാണുക. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ആരായാലും, അയാൾ ഏത് ജാതി സമുദായത്തിൽപ്പെട്ടതാണെങ്കിലും അയാൾക്കെതിരെ നിയമപരമായി നടപടി സ്വീകരിക്കണം. 100% ഞാൻ യോജിക്കുന്നു. വിനായകൻ എന്താ കൊമ്പുണ്ടോ? നിയമം എല്ലാവർക്കും തുല്യമല്ലേ? വിനായകൻ നാളെ ഒരാളെ കൊല ചെയ്തതിന് ശേഷം ഞാൻ അങ്ങനെയാണ്, ഞാൻ കൊല്ലും എന്ന് പറഞ്ഞാൽ അതാണോ ന്യായം? അതാണോ നീതി? ഞാൻ ഇപ്പോഴും പറയുന്നു, വിനായകനെതിരെ നടപടി ഉണ്ടാവണം. ആ നടപടി ഉണ്ടായില്ലെങ്കിൽ അയാളെ പിടിച്ച് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകണം. വളരെ കറക്റ്റാണ്. വിനായകനെതിരെ നടപടി ഉണ്ടാകണം. അതല്ലെങ്കിൽ വിനായകൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞു വിട്ടാൽ, ഞാൻ നേരത്തെ അത് തന്നെയാണ് പറഞ്ഞത്, അടുത്തത് വിനായകൻ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പോലും പറ്റില്ല. വിനായകൻ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരനാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ പൗരന് കിട്ടേണ്ടുന്ന എല്ലാവിധ സംരക്ഷണങ്ങളും മാത്രമേ അദ്ദേഹത്തിന് കിട്ടേണ്ടതുള്ളൂ. അപ്പോൾ അത് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് പരസ്യമായിട്ട് അദ്ദേഹം അശ്ലീലം കാണിച്ചു എന്നതാണെങ്കിൽ പോലീസിന് സ്വയമേവ കേസെടുക്കാവുന്നതാണ്. അതിനൊരു പരാതിക്കാരൻ ഉണ്ടാകണം എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം അങ്ങനെ പോലീസ് അങ്ങനെ കാത്തു നിൽക്കേണ്ടുന്ന ആവശ്യമൊന്നുമില്ല. തന്നെയുമല്ല, അദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്നുള്ളത് പോലീസിന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുള്ള കാര്യവുമാണ്. ഒരാൾ പരസ്യമായിട്ട് അസഭ്യം പറഞ്ഞാലോ ആഭാസം കാണിച്ചാലോ അശ്ലീലമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലോ അത് അയാളുടെ ജാതിയുടെ പ്രശ്നം കൊണ്ടാണ് എന്ന് സമർത്ഥിക്കാനായിട്ട് ഇനിയെങ്കിലും ഒരാളും ശ്രമിക്കരുത്. അത് അയാളുടെ കയ്യിലിരിപ്പാണ്. ഒരു ചൊല്ലുണ്ട്, ജാത്യാലുള്ളത് തൂത്താ പോവില്ല. ഇത് വിനായകന്റെ രക്തത്തിലുള്ളതാണ്. അത് നമുക്കാർക്കും ഈ ചർച്ചയിലൂടെ ഒന്നും മാറ്റാവുന്നല്ല. കാരണം എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ, സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നു. പക്ഷെ അത് പറയുന്നത് അതല്ല, അത് പറയുന്നത് ഒരു അദ്ദേഹത്തെ അവഹേളിക്കുന്നതല്ല, ഒരു മൊത്തത്തിലുള്ള വ്യക്തിയെ അല്ല പറയുന്നത്. അല്ലാതെ മിസ്പ്ലേസ്ഡ് ആണ്. അത് എന്റെ അഭിപ്രായം തന്നെയാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ജാതിയിൽ നിന്നല്ല, ജാത്യാലുള്ളതെന്ന് വെച്ചാൽ ചൊട്ട മുതൽ ശീലം ചുടല വരെ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ദീനു. ചൊട്ട മുതൽ ശീലം ചുടല വരെ എന്നുള്ള അർത്ഥത്തിലാണ് അതിന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇത് ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണയായി. നോക്കൂ, ശ്രീ വിനു കിരിയത്ത് പറഞ്ഞത് 2 അർത്ഥത്തിലെടുത്താലും, അതായത് രക്തത്തിലുള്ളത് എന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യനും ജന്മനാ തന്നെ കുറ്റവാളിയായി ഒരു മനുഷ്യനുമില്ല. ഒരു മനുഷ്യന്റെയും രക്തത്തിനകത്ത് മോശം അംശങ്ങൾ എന്ന് പറഞ്ഞ ഒരു അംശമേ ഇല്ല. ശ്രീ വിനു കിരിയത്ത് മനസ്സിലാക്കേണ്ടത്, ശ്രീ വിനായകൻ താങ്കൾക്കെതിരെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ SC/ST അട്രോസിറ്റി ആക്ടിന്റെ 316 പ്രകാരം താങ്കൾക്കെതിരെ ജാമ്യമില്ലാത്ത കേസ് വരും എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കണം. 100% ഞാൻ യോജിക്കുന്നു. നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ളത് ശുദ്ധമായ രക്തമാണ്. ഒരു മനുഷ്യനും ചൊട്ടയില് ഈ സമുദായത്തിൽ ജനിച്ചു എന്നതിന്റെ പേരിലോ ചെറുപ്പം തൊട്ടുണ്ടായ വിനായകന്റെ മോശം ശീലമേ അല്ല. അങ്ങത് വളരെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാനെന്നും അങ്ങത് പിൻവലിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് എനിക്ക് ഉറച്ചു പറയാനുള്ളത്. ശരി ജോസ് തോമസ്, വിനു താങ്കൾക്കൊരു അവസരം. അതിൽ ദിനു അത് വിഷമമുണ്ടാക്കി എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. താങ്കളുടെ വിശദീകരണം ദിനുവിന് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അനവസരത്തിലുള്ള ഒരു പ്രയോഗമായിട്ടുണ്ട് എന്നാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, വിനായകനെ ഞാൻ പറഞ്ഞെന്താണ്, ഞങ്ങൾക്ക് ആവശ്യമാണ്, ഞങ്ങളുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ്, താങ്കൾ നല്ലൊരു നടനാണ്. ഇതൊരു പ്രയോഗമാണ്, അല്ലാതെ അത് ജാതീയമല്ല. അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ പറഞ്ഞു.
നോക്കൂ, ഞങ്ങളിൽ അങ്ങനെ വർഗീയത ജാതിയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ചില ശീലങ്ങൾ നമ്മുടെ ചെറുപ്പകാലം മുതലുള്ളത് മാറ്റാൻ പറ്റില്ല. വിനായകൻ ഇത് ആദ്യമായിട്ടല്ലാത്തത് കൊണ്ട് വിനായകൻ അത് മാറ്റണമെന്ന് പറയാൻ വേണ്ടി പ്രയോഗിച്ച ഒരു പഴഞ്ചൊല്ലാണത്. അത് ഗൂഗിളിൽ, അല്ലാതെ നമ്മൾ സിനിമാക്കാർക്ക്, കലാകാരന്മാർക്ക് അങ്ങനെ ജാതി വർഗീയ ചിന്തകളൊന്നും ഇല്ല. അതാദ്യം പ്രത്യേകിച്ച് ഞങ്ങൾക്കില്ല. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയുമില്ല. കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണയാണ്. ഈ മാർച്ചിങ് ശരിയല്ല. എന്ത് എനിക്കും ജോസ് തോമസിനും ഒന്നുമില്ല. മധുസാർ എന്റെ കൂടെ കൊള്ളാം. ഇനി വല്ലതും പറഞ്ഞ് എൻ്റെ പണി കൊടുക്കണം. ഞങ്ങൾ സിനിമാക്കാർ അങ്ങനെയാണ് വളർന്ന് ശീലിച്ചത്. കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇൻഡസ്ട്രിയിൽ വന്നവരാണ്. ഒരുപാട് എല്ലാ ആൾക്കാരെയും വെച്ച് സിനിമ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ വിനായകൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ചിന്തിക്കും, എത്ര നല്ല നടനല്ലേ. അതിൽ പറഞ്ഞ ഒരു ഫ്രേസാണ് ജാത്യാലുള്ളത്. അല്ലാതെ അത് ജാതി എന്ന് തോന്നിപ്പോയത് കൊണ്ടാണ് ഈ പ്രശ്നമുണ്ട്. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ എം സോറി എന്ന് ഞാൻ പറയും. കാരണം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കും, ആരെയെല്ലാം കുറിച്ച് പറഞ്ഞു. അതൊരു ഇതാണ്, അതായത് ആ ശീലം മാറില്ല. അത് നമ്മൾ നന്നാക്കേണ്ടല്ല, സ്വയം നന്നാക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഈ ചർച്ച കൊണ്ട് പുള്ളി ഇത് മാറണമെന്നില്ല എന്നുള്ള നല്ല സെൻസിൽ പറഞ്ഞതാണ്. അല്ലാതെ ഒരു ചാനലിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൂടാന്നൊക്കെ നല്ല ബോധ്യമുള്ള ആളാണ്. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല, എന്റെ തന്ത. ഞാൻ പോകുന്നു. ബൈ ബൈ.